ഇഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന റീലുകൾ മറ്റുള്ളവർ അനധികൃതമായി ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒറിജിനൽ റീലുകൾ റീപോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ റീച്ച് കൂടി ആളുകൾ തട്ടിയെടുക്കുന്നുണ്ടോ? ഇത്തരക്കാർക്ക് തിരിച്ചടിയായി പുതിയ കണ്ടന്റ് പ്രൊട്ടക്ഷൻ ടൂൾ അവതരിപ്പിച്ചിരിക്കുകയാണ് മെറ്റ. ഇന്റർനെറ്റിൽ ഒറിജിനൽ കണ്ടന്റ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കോപ്പിറൈറ്റ് വയലേഷൻസ്. ഒരുപാട് ചിന്തിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമയം ചെലവഴിച്ചുണ്ടാക്കുന്ന റീൽസുകൾ ഒരു നിമിഷം കൊണ്ട് മറ്റൊരാൾ സ്വന്തം പേരിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഉണ്ടാക്കുന്നവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമായാണ് മെറ്റ പുതിയ ടൂൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഒറിജിനൽ റീൽസുകൾ ഓട്ടോമാറ്റിക്കായി സംരക്ഷിക്കുകയും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അവയുടെ കോപ്പികൾക്കായി തിരയുകയും കണ്ടെത്തിയാൽ നടപടിയെടുക്കാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യും. കോപ്പിറൈറ്റ് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന റൈറ്റ്സ് മാനേജർ എന്ന സാങ്കേതിക വിദ്യ തന്നെയാണ് ഇതിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇത് റീൽസ് ഉണ്ടാക്കുന്നവർക്ക് മൊബൈലിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാനായി രൂപകൽപ്പന ചെയ്തതാണ്. ഈ ടൂൾ നിലവിൽ ഫേസ്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് വഴിയാണ് ലഭ്യമാകുന്നത്. നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജിൽ പോയി പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ കണ്ടന്റ് പ്രൊട്ടക്ഷൻ എന്നൊരു വിഭാഗം കാണും. ഇവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് എൻറോൾ ചെയ്യുക. നിലവിൽ മെറ്റയുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടതും ഉള്ളടക്കത്തിൽ ഒറിജിനാലിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ ഉപയോക്താക്കൾക്കാണ് ഈ ഫീച്ചറിന് ഓട്ടോമാറ്റിക്കായി പ്രവേശനം ലഭിക്കുന്നത്. നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിച്ചില്ലെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം. എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഒറിജിനൽ റീൽസുകൾക്കും ഇത് സംരക്ഷണം നൽകും. റീൽസ് കോപ്പി അടിച്ച് മറ്റൊരാൾ പോസ്റ്റ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. കോപ്പി കണ്ടെത്തിയാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് വഴി നിങ്ങൾക്ക് 3 പ്രധാന കാര്യങ്ങൾ ചെയ്യാം. കോപ്പി അടിച്ച റീൽസ് പ്ലാറ്റ്ഫോമിൽ തുടരാൻ അനുവദിക്കാം. എന്നാൽ അതിന്റെ പ്രകടനം നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ട്രാക്ക് ചെയ്യാം. ചില ട്രാക്ക് ചെയ്ത പോസ്റ്റുകൾക്ക് ഒറിജിനൽ ലിങ്ക് ചേർക്കാനും അവസരമുണ്ട്. ബ്ലോക്ക് ചെയ്യുക. കോപ്പി അടിച്ച റീൽസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കാണാതാക്കാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. മൂന്നാമതായി റിലീസ് ഓപ്ഷനാണ്. നിങ്ങളുടെ ക്ലെയിം പിൻവലിച്ച് റീൽസ് പ്ലാറ്റ്ഫോമിൽ തുടരാൻ അനുവദിക്കുക. ഉടമസ്ഥാവകാശമില്ലാത്ത ഉള്ളടക്കത്തിൽ തുടർച്ചയായി ക്ലെയിം ഉന്നയിക്കുന്നത് ഈ ടൂളിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനം നഷ്ടപ്പെടുത്താൻ കാരണമാക്കിയേക്കാം. റിയാക്ഷൻ വീഡിയോകൾ, പല ക്ലിപ്പുകൾ ചേർത്തുള്ള കമ്പൈലേഷനുകൾ പോലുള്ളവ സാധാരണയായി സംരക്ഷണത്തിന് യോഗ്യമാകില്ല.